ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമസ്കാരം. ജസ്റ്റ് ബാഗിലേക്ക് സ്വാഗതം. ഞാൻ അതുപോലെ ഇപ്പോൾ 5 മണിയായിട്ടുണ്ട്. ഞാൻ ചോറ് റൈസ് കുക്കറിൽ തിളപ്പിച്ചിരുന്നു, അത് അടുപ്പത്ത് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇന്ന് നമുക്ക് ഉപ്പുമാവാണ്. അടുപ്പത്തോട്ട് പാത്രം വെച്ച് കൊടുത്തു. സവാളയും പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പിലയും എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് ഒരു 2-3 ടേബിൾ സ്പൂൺ വരും ക്യാരറ്റും കൂടെ എടുത്തിട്ടുണ്ട്. നമുക്കത് തയ്യാറാക്കി നോക്കാം. അപ്പോൾ ഇവിടെ നമ്മുടെ ചോറ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അത് നമുക്ക് ഊറ്റിയെടുക്കാം. ഉപ്പുമാവിൻ്റെ പാത്രം ചൂടായിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ കടുകാണ് ഞാൻ കൊടുത്തത്. 1 ടീസ്പൂൺ അളവിൽ ഉഴുന്നിട്ട് എടുക്കാം. ഉഴുന്നും പരിപ്പാണ് എടുക്കാം. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചുവന്ന് വരണം. ഉഴുന്നും പരിപ്പ് ഒരു ചുവന്ന് വന്നിട്ടുണ്ട്. നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന കറിവേപ്പില എടുത്ത് വെച്ചിരിക്കുന്ന കറിവേപ്പില, അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള, ഇഞ്ചി, പച്ചമുളക് ഇട്ട് കൊടുക്കും. സവാള എല്ലാം ഒരുപാട് ചുവന്ന് പോകരുത്. ഉപ്പുമാവിന് ഒരു 3/4 വേവാകുമ്പോൾ തന്നെ നമ്മൾ ആ റവ ഇട്ട് കൊടുക്കണം. ഞാൻ 1 ബൗള് റവ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് വറുത്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് വറുക്കണം. വറുത്ത് വന്ന റവയാണെങ്കിൽ പോലും നമ്മളൊന്ന് വറുത്തെടുക്കണം. ഏകദേശം ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ക്യാരറ്റും കൂടെ ഇട്ട് കൊടുക്കാം. താളിക്കുമ്പോൾ തന്നെ ക്യാരറ്റ് ഇട്ട് കൊടുത്താൽ അങ്ങ് വെന്ത് പോകും. അപ്പം അതിനാണ് ഇങ്ങനെ അധികം വെന്ത് പോയാൽ കൊള്ളാം. റവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ വെള്ളം തിളപ്പിക്കാൻ വെച്ച വെള്ളമാണ് ഞാൻ ഇതിൽ ഒഴിച്ചു കൊടുക്കുന്നത്. ചെറിയ തീ വെച്ച് കൊടുത്തിട്ട് നമുക്ക് അടച്ചു വയ്ക്കും. നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കിയിട്ട് അടച്ചു കൊടുക്കാം. നമ്മുടെ ഉപ്പുമാവ് ഒന്ന് നോക്കാം. ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വെള്ളം നന്നായിട്ട് തിളപ്പിച്ച് തന്നെ ഒഴിക്കണം. അതിൻ്റെ അളവ് നമ്മളൊന്ന് നോക്കിയാൽ മാത്രം മതി. ഒരുപാട് വെള്ളം ഒഴിക്കരുത്. അപ്പം വെള്ളം തിളപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ കുറേശ്ശെ ഒഴിച്ചു കൊടുത്താൽ മതി. സ്റ്റൗ ഒന്ന് കൊടുക്കാം. അപ്പം ഞാൻ ചോറ് റെഡി ആയിട്ടുണ്ട്. നമ്മൾ ചോറ് ഊറ്റിയെടുത്ത് ഇനി നമുക്ക് അതിൻ്റെ വെള്ളം തോർത്തിയെടുക്കാം. അപ്പം ചോറിൻ്റെ വെള്ളം തോർത്തി എടുത്തിട്ടുണ്ട്. നമുക്ക് ചോറൊന്ന് ഇറക്കി വഴുതളമാണ് ഞാൻ എടുത്തിട്ടുള്ള മെഴുക്ക് വരട്ടാൻ. അതിന് ചട്ടി വെച്ച് കൊടുത്തു. ചട്ടി ഇവിടെ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാൻ കുറച്ച് വഴുതള എടുത്തിട്ടുള്ളൂ. കാരണം ഒരു മരണമാണ് ഞങ്ങൾക്ക്. ഇപ്പം ഞാൻ ഇത് കഴിഞ്ഞ ഉടനെ തന്നെ കാപ്പിയും കഴിഞ്ഞ് ഉടനെ പോകാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് ഇതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന വഴുതളം കൂടി ഇട്ട് കൊടുക്കും. ആവശ്യത്തിന് നമുക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്ത് അല്പം മുളക് പൊടി കൂടെ ഇട്ട് കൊടുത്തു. ഞാൻ പച്ചമുളക് ഇട്ട് കൊടുത്തു. ഇവിടെ വഴുതളം മെഴുക്ക് വരട്ടുമ്പോൾ ആ മെഴുകിന് മുളക് പൊടിയാണ് ഇഷ്ടം. അതുകൊണ്ട് മുളക് പൊടിയാണ് ഇട്ടത്. നമ്മുടെ മെഴുക്കും പായസമുണ്ട്. നമ്മൾ ആ മെഴുക്ക് വരട്ടി ഇവിടെ റെഡിയായി. അപ്പം നമുക്ക് ഇതിലേക്ക് മീൻ വറുക്കാനുള്ള ചട്ടി വെച്ച് കൊടുത്തു. ചട്ടി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഇതിലേക്ക് മീനും കൂടെ പൊടിയാണ്. അപ്പം അങ്ങനെ വാങ്ങിച്ചതിന് പുറത്തെടുത്ത് വെച്ചിരുന്ന ചോറ് വെട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ്. നമ്മുടെ മീൻ വറുത്തത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഒരു പാത്രത്തിലിട്ട് എണ്ണ പോകാനായിട്ട് ഞാൻ ഒരറ്റത്തോട്ട് കോരി വെച്ചിരിക്കുകയാണ്. എണ്ണ വറുത്ത് നിൽക്കുന്നു. നമുക്കിതൊരു നമ്മളെ ചോറിലോട്ട് വെച്ച് കൊടുക്കും. അപ്പം ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇന്ന് ചമ്മന്തി, മെഴുക്ക്, അച്ചാറ്, മീൻ വറുത്തത്. അപ്പം നമുക്ക്
അപ്പം നമ്മുടെ ഇന്നത്തെ കാപ്പി ഉപ്പുമാവും പഴവും കട്ടനുമാണ്. അപ്പോൾ ഇന്നൊരു മരണമായിരുന്നു, അതുകൊണ്ട് കറികളൊന്നും വച്ചില്ല. ചമ്മന്തി മെഴുക്ക് വരട്ടി നൊത്തോലി മീൻ വറുത്തതുമാണ് ഇന്നത്തെ കറി. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട്